ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ധ്യാന വിഷയമായിട്ട് തിരുസഭ നമുക്ക് നൽകുന്നത്. ക്രിസ്തുനാഥൻ തനിക്ക് വരാനിരിക്കുന്ന സഹനങ്ങളെപ്പറ്റി തൻ്റെ ശിഷ്യന്മാരോട് പറയുകയായിരുന്നു. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. വിജയാഘോഷത്തിൻ്റെ യാത്രയെ സ്വപ്നം കണ്ട ശിഷ്യന്മാർക്ക് യേശു എന്താണ് പറയുന്നതെന്ന് മനസ്സിലായില്ല. എന്തെങ്കിലും ചോദിക്കാൻ അവർ ധൈര്യപ്പെട്ടതുമില്ല. അതേക്കുറിച്ച് മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവർ കരുതി. കാരണം അവർ കുരിശിനെ ഭയപ്പെട്ടിരുന്നു. കുരിശിലേക്ക് ആനയിക്കപ്പെടുന്നതിന് മുമ്പ് ഗത്സമൻ തോട്ടത്തിൽ വെച്ച് ഈശോ പ്രാർത്ഥിച്ചത്, പിതാവേ, എന്നിൽ നിന്ന് ഈ പാനപാത്രം എടുത്തു മാറ്റണം, പക്ഷേ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. താൻ എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്, തൻ്റെ ദൗത്യം എന്താണ്, താൻ എന്തിലൂടെയാണ് കടന്നു പോകേണ്ടത് എന്ന് കൃത്യമായിട്ട് ഈശോയ്ക്കറിയാമായിരുന്നു. തൻ്റെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് തന്നെ തന്നെ വിട്ടു നൽകുകയായിരുന്നു. കുരിശുകളിൽ നിന്ന് ഒളിച്ചോടാതെ അവ സ്നേഹത്തോടെ സഹിക്കാൻ ഏറ്റവും എളുപ്പമാർഗം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ വിട്ടു നൽകുകയാണ്. നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഏത് വേദനകളും തരണം ചെയ്ത് മുന്നോട്ടു പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. പരിശുദ്ധ അമ്മയുടെ ജീവിതവും നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നതും അതുതന്നെയല്ലേ? ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ യഹൂദ നിയമങ്ങൾ അനുസരിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് അറിയാമായിരുന്നിട്ടും അമ്മ പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി എന്നാണ്. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ തന്നെ തന്നെ അവൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തു. പിന്നീട് പരിശുദ്ധ അമ്മയുടെ ജീവിതം നോക്കിയാൽ സഹനത്തിൻ്റെ ഒരു നീർച്ചാല് തന്നെയായിരുന്നു. ആ നീർച്ചാലിലൂടെ കടന്ന് കാൽവരി മലയുടെ മുകളിൽ കുരിശിൽ നിന്നിറക്കിയ ചേതനയേറ്റ തൻ്റെ തിരുക്കുമാരൻ്റെ ശരീരം കരങ്ങളിലെടുത്ത് അമ്മ പ്രാർത്ഥിച്ചതും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് തന്നെ ആയിരിക്കണം. തനിക്കൊരിക്കലും താങ്ങാൻ പറ്റാത്ത വേദന സഹിക്കാൻ തന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് അമ്മ വിട്ടുകൊടുക്കുന്നു. ആ വേദനയിലൂടെ കടന്നു പോകാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചത് തന്നെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചത് കൊണ്ടാകണം. പ്രിയമുള്ളവരെ, മനുഷ്യരായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ സഹനങ്ങളുണ്ടാകും. സഹനങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളുമില്ലാത്ത ജീവിതങ്ങളുണ്ടാകില്ല. കുരിശുകൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കും. കുരിശുകളെ ഭയപ്പെട്ട് ഒളിച്ചോടാനുള്ളതല്ല നമ്മുടെ ജീവിതം. പിതാവേ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഈശോ പ്രാർത്ഥിച്ച പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്താൽ, ദൈവഹിതം നമ്മുടെ ജീവിതങ്ങളിൽ നിറവേറാൻ പ്രാർത്ഥിച്ചാൽ, എല്ലാ കുരിശുകളെയും സ്നേഹത്തോടെ ധരണം ചെയ്ത് ഭയമില്ലാതെ സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ പ്രഭാത പ്രസംഗങ്ങളിൽ പരിശുദ്ധ അമ്മയോടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ഇന്ന് ശനിയാഴ്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രത്യേകം യാചിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദിവസത്തിൽ നമുക്കും ആ പ്രാർത്ഥന ചൊല്ലാം. കാരണം കുരിശിന് താഴെ നിന്നവളാണ് അമ്മ. കുരിശിൻ്റെ അരികിൽ എങ്ങനെ ആയിരിക്കണമെന്ന് അവൾക്കറിയാം. നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധ അമ്മേ, കുരിശിനോടുള്ള എൻ്റെ ഭയനിമിത്തം കുരിശിൽ നിന്ന് ഒളിച്ചോടാതിരിക്കാനായിട്ടുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥനയോടെ ഇന്നേ ദിവസം നമുക്കായിരിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.